പഴയ വണ്ടികളുടെ ആർ.സി എങ്ങനെ റദ്ദാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലരുടെയും വീട്ടിൽ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ഫോർ വീലറോ ഒക്കെ കാണും. ഇനിയിപ്പോൾ ഇത് ഓടിക്കാൻ പറ്റില്ല, ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി നമ്മൾ അത് അവിടെ തന്നെ ഉപേക്ഷിക്കാറാണ് പതിവ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ വലിയൊരു നിയമക്കുരുക്കിലേക്കാണ് പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വണ്ടി പൊളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി ഉപയോഗിക്കാതെയായാൽ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ആർ.സി ബുക്ക് റദ്ദാക്കേണ്ടത് നിയമപരമായി എത്രത്തോളം നിർബന്ധമാണെന്ന് പലർക്കും അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഉപയോഗിക്കാതെ അങ്ങനെ കിടക്കുന്ന വാഹനങ്ങൾ വീട്ടിൽ വെച്ചിരുന്നാലുള്ള അപകടങ്ങളെക്കുറിച്ചും എങ്ങനെ എളുപ്പത്തിൽ ആർ.ടി.ഒ വഴി നിങ്ങളുടെ വണ്ടിയുടെ ആർ.സി ക്യാൻസൽ ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ്. വീഡിയോ മുഴുവനായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉപയോഗിക്കാത്ത വണ്ടികൾ വീട്ടിൽ വെച്ചിരുന്നാലുള്ള അപകടത്തെപ്പറ്റി ആദ്യം നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. നിങ്ങളുടെ പക്കൽ ഇനി ഒട്ടും ഓടിക്കാൻ പറ്റാത്ത ഒരു വാഹനമുണ്ടേ എങ്കിൽ അത് വെറുതെ വീട്ടിലിട്ട് നശിപ്പിക്കരുത്. അത് സർക്കാർ അംഗീകൃത സ്ക്രാപ്പിംഗ് സെന്ററുകളിൽ നൽകി സ്ക്രാപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് പൊളിക്കുകയാണ് വേണ്ടത്. പലരും വിചാരിക്കുന്നത് വണ്ടി പൊളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ കിടന്നാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. വണ്ടി റോഡിൽ ഓടുന്നില്ലെങ്കിലും സർക്കാർ രേഖകളിൽ ആ വണ്ടി ഇപ്പോഴും നിങ്ങളുടെ പേരിൽ തന്നെയാണ്. ആ ആർ.സി ബുക്ക് വാലിഡ് ആയിരിക്കുന്നിടത്തോളം കാലം ആ വണ്ടിയുമായി ബന്ധപ്പെട്ട് നാളെ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടായാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വണ്ടിയുടെ ഉടമസ്ഥനായ നിങ്ങളിൽ മാത്രമായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമപ്രകാരം ഇത്തരം വാഹനങ്ങൾ അംഗീകൃത സ്ക്രാപ്പിംഗ് സെന്ററുകളിൽ കൊടുത്ത് സ്ക്രാപ്പ് ചെയ്യുകയാണ് വേണ്ടത്. പഴയ വണ്ടികൾ വഴി വൻതോതിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാം. അതുകൊണ്ട് വണ്ടി സ്ക്രാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു തുകയും ലഭിക്കും. ഒപ്പം വണ്ടി പൂർണ്ണമായി പൊളിച്ചു മാറ്റി എന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ക്രാപ്പിംഗ് സർട്ടിഫിക്കറ്റും ലഭിക്കും. അതുപോലെ ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, നമ്പർ പ്ലേറ്റ് എന്നിവയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരികയും ചെയ്യും. പക്ഷേ വണ്ടി പൊളിച്ചതുകൊണ്ട് മാത്രം കാര്യം കഴിഞ്ഞില്ല. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, ആർ.സി റദ്ദാക്കൽ. ആർ.സി റദ്ദാക്കേണ്ടത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ആവശ്യമാണ് എന്ന് നമുക്ക് നോക്കാം. ആർ.സി ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ വരാവുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം. ഒന്നാമത്തേത് ദുരുപയോഗ സാധ്യതയാണ്. നിങ്ങളുടെ പഴയ വണ്ടിയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ നമ്പറുകളോ മറ്റോ മോഷ്ടിക്കപ്പെടുകയോ ഏതെങ്കിലും ക്രിമിനൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയോ ചെയ്താൽ പോലീസ് ആദ്യം വരുന്നത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും. അനാവശ്യമായ നികുതിയും പിഴയും. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദോഷമാണ് അനാവശ്യമായ നികുതിയും പിഴയും. വണ്ടി ഓടിയില്ലെങ്കിലും കൃത്യസമയത്ത് ടാക്സ് അടച്ചില്ല എങ്കിൽ ഭാവിയിൽ വലിയ തുക പിഴയായി കൊടുക്കേണ്ടി വരാം. അടുത്തത് ഇൻഷുറൻസ് പ്രശ്നങ്ങളാണ്. വണ്ടി നിലവിലില്ല എന്ന് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കാനും ബാക്കി തുകയോ ക്ലെയിമുകളോ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും ആർ.സി റദ്ദാക്കൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ഇനി ആർ.സി റദ്ദാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഇത് എങ്ങനെ സ്വന്തമായി ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ പ്രക്രിയ വളരെ ലളിതമാണ്. ആദ്യമായി ആർ.ടി.ഒ ഓഫീസിനെ നിങ്ങൾ സമീപിക്കുകയാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ ഏത് ആർ.ടി.ഒ ഓഫീസിൻ്റെ പരിധിയിൽ നിന്നാണോ വണ്ടി രജിസ്റ്റർ ചെയ്തത്, ഉദാഹരണത്തിന് നിങ്ങളുടെ വണ്ടി വാങ്ങിയപ്പോൾ രജിസ്റ്റർ ചെയ്ത ഓഫീസ്, അതേ ഓഫീസിലാണ് അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ ഒരു അതോറിറ്റി ലെറ്റർ നൽകി അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ചുമതലപ്പെടുത്താം. ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി ഈ വണ്ടി ഇനിയും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ എഴുതി കൊടുത്താൽ മതി. അടുത്തത് ആർ.ടി.ഒ ഓഫീസിൽ ചെന്ന് ഫോം 26 വാങ്ങി പൂരിപ്പിക്കണം. ഫോം 26 ഇതിൽ നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, വണ്ടി പൊളിച്ച തീയതി തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. വണ്ടിക്ക് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നുവെങ്കിൽ ബാങ്കിൽ നിന്നുള്ള NOC കൂടി ഇതിൻ്റെ കൂടെ വെക്കണം. മൂന്നാമതായി അവർ ഈ രേഖകളുടെ പരിശോധന നടത്തുകയും നിങ്ങൾ നൽകുന്ന അപേക്ഷയും മറ്റ് രേഖകളും ആർ.ടി.ഒ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. എല്ലാം കൃത്യമാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അവർ ശാശ്വതമായി റദ്ദാക്കും. റദ്ദാക്കി കഴിഞ്ഞാൽ
ആക്ടിവയിൽ നിന്ന് ആർസി ക്യാൻസലേഷൻ റെസിപ്റ്റ് നിങ്ങൾക്ക് അക്നോളജ്മെന്റ് ലഭിക്കും. ഇത് വളരെ വിലപ്പെട്ട ഒരു രേഖയാണ്. ഭാവിയിലെ സുരക്ഷയ്ക്കായി ഇത് സൂക്ഷിച്ചു വയ്ക്കുക. ഇനി ആർസി റദ്ദാക്കാൻ എവിടെ പോകണമെന്ന് നോക്കാം. പലരും ചോദിക്കാറുണ്ട് ആർസി റദ്ദാക്കാൻ എവിടെയാണ് പോകേണ്ടത് എന്ന്. വളരെ ലളിതമാണ്. നിങ്ങൾ വാഹനം എവിടെ നിന്നാണോ വാങ്ങിയത്, അല്ലെങ്കിൽ ആർടി ഓഫീസിന്റെ പരിധിയിൽ ഏത് ആർടി ഓഫീസിന്റെ പരിധിയിലാണോ വണ്ടി രജിസ്റ്റർ ചെയ്തത്, ആ ആർടി ഓഫീസിലാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ അതോറിറ്റി ലെറ്റർ നൽകി ചുമതലപ്പെടുത്താവുന്നതുമാണ്. ഇതിനായി നമ്മൾ ഏതൊക്കെ രേഖകൾ കരുതേണ്ടതുണ്ട് എന്ന് നോക്കാം. ഒറിജിനൽ ആർസി ഫോട്ടോ കോപ്പി ഇതിന് പറ്റുകയില്ല. അത് ഒറിജിനൽ തന്നെ വേണം. ആർസി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ആർസി എടുത്തിട്ട് വേണം പോകാൻ. രണ്ടാമത് സ്കാർ അല്ലെങ്കിൽ സ്കൂട്ടർ ആണെങ്കിൽ അതിൻ്റെ സ്ക്രാപ്പിംഗ് സർട്ടിഫിക്കറ്റ്, അംഗീകൃത കേന്ദ്രത്തിൽ നിന്നും വണ്ടി പൊളിച്ചപ്പോൾ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ്, അതും വേണം. മൂന്നാമതായി ഐഡന്റിറ്റി, വിലാസം തെളിവുകൾ, നിങ്ങളുടെ ID പ്രൂഫുകൾ, അതിന് ആധാർ കോപ്പി മതിയാവുന്നതാണ്. നാലാമതായി ഫോം 26, ആർടിഒയിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാവുന്ന അപേക്ഷാ ഫോം. അഞ്ചാമതായി ഒരു അഫിഡവിറ്റ്, സത്യവാങ്, വണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം പൊളിച്ചതാണെന്നും ഇനി ഉപയോഗിക്കുന്നില്ലെന്നും കാണിക്കുന്ന നിങ്ങൾ എഴുതിയ ഒരു പത്രം. ഇനി ഇതെങ്ങനെ റദ്ദാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി എല്ലാ രേഖകളുമായി നിങ്ങളുടെ പരിധിയിലുള്ള ആർടി ഓഫീസിൽ ചെല്ലുക. അപേക്ഷാ ഫോം 26 കൃത്യമായി പൂരിപ്പിക്കുക. ഇതിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ, വണ്ടി നമ്പർ, പൊളിച്ച തീയതി, സ്ക്രാപ്പിംഗ് സെന്ററിന്റെ വിവരങ്ങൾ എന്നിവ വ്യക്തമാക്കണം. വണ്ടിക്ക് മേൽ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു എങ്കിൽ ബാങ്കിൽ നിന്നുള്ള NOC കൂടി വേണം. ഈ രേഖകൾ ആർടിഒ ഉദ്യോഗസ്ഥനാണ് സമർപ്പിക്കേണ്ടത്. അവർ രേഖകളുടെയും സ്ക്രാപ്പിംഗ് സർട്ടിഫിക്കറ്റിന്റെയും ആധികാരികത പരിശോധിക്കും. എല്ലാം കൃത്യമാണെങ്കിൽ സാധാരണയായി 7 മുതൽ 15 ദിവസത്തിനകം നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഔദ്യോഗികമായി റദ്ദാക്കപ്പെടും. തുടർന്ന് ആർടിഒയിൽ നിന്ന് നിങ്ങൾക്ക് ആർസി റദ്ദാക്കൽ രസീത് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. ഭാവിയിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും റീഫണ്ട് വാങ്ങാനും ടാക്സ് ക്ലെയിമുകൾക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത്, വണ്ടി എപ്പോഴും സർക്കാർ അംഗീകൃത സ്ക്രാപ്പിംഗ് സെന്ററുകളിൽ മാത്രം കൊടുക്കണം. ലോക്കൽ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവർ വണ്ടി പൊളിക്കാതെ അതിന്റെ നമ്പർ പ്ലേറ്റോ എഞ്ചിനോ മറ്റോ നിയമവിരുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നമുക്ക് പണി കിട്ടുന്നതാണ്. രണ്ടാമതായി, ആർസി റദ്ദാക്കിയ വിവരം നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ കൂടി അറിയിക്കുക. ബാക്കി കിടക്കുന്ന പ്രീമിയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇനി എപ്പോഴാണ് ആർസി റദ്ദാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വണ്ടി പൂർണ്ണമായും മോഷണം പോവുകയോ അല്ലെങ്കിൽ 90 ദിവസത്തിന് ശേഷവും കണ്ടെത്താനാകാതെ വരികയോ ചെയ്യുമ്പോൾ, അതുപോലെ വണ്ടി അപകടത്തിൽപ്പെട്ട് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ, മൂന്നാമതായി കാലാവധി കഴിഞ്ഞ വണ്ടി അംഗീകൃത കേന്ദ്രത്തിൽ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ. ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും നോക്കാം. ഇപ്പോൾ ഓൺലൈനായി വണ്ടി സ്ക്രാപ്പ് ഇത് ചെയ്യാൻ അപേക്ഷിക്കാവുന്നതാണ്. അതിനു മുൻപേ നിങ്ങളുടെ അടുത്തുള്ള ആർടിഒ ഓഫീസിൽ പോയി അന്വേഷിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ സേവാ പോർട്ടൽ ആണ് ഓൺലൈനായി ഇതിന് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ സർവീസസ് എന്നതിൽ നിന്നും വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ സംസ്ഥാനവും വണ്ടി രജിസ്റ്റർ ചെയ്ത ആർടിഒയും സെലക്ട് ചെയ്യണം. വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ, എഞ്ചിൻ നമ്പർ എന്നിവ നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ആർസി ക്യാൻസലേഷൻ ഓപ്ഷൻ, അതിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കുക. നാമമാത്രമായ ഫീസ് ഓൺലൈനായി അടയ്ക്കേണ്ടി വരും. ചില സംസ്ഥാനങ്ങളിൽ ഇതിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഓൺലൈനായി ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ അടുത്തുള്ള ആർടിഒ ഓഫീസിൽ പോയി അന്വേഷിച്ചിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. അപ്പോൾ ആവശ്യമായ പ്രധാന രേഖകൾ: 1. ഒറിജിനൽ ആർസി, 2. വണ്ടി പൊളിച്ചപ്പോൾ കിട്ടിയ സ്ക്രാപ്പ് സർട്ടിഫിക്കറ്റ്, 3. നിലവിലുള്ള ഇൻഷുറൻസ് കോപ്പി, 4. മോഷണം പോയതാണെങ്കിൽ പോലീസിന്റെ FIR, 5. ഉടമസ്ഥന്റെ ID, അതിന് ആധാറിന്റെ കോപ്പി മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർസി ക്യാൻസൽ ചെയ്യുവാൻ നമുക്ക് ആവശ്യമുള്ളത്.
അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ലോക്കൽ ആക്രിക്കാർക്ക് വണ്ടി കൊടുത്ത് സ്ക്രാപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങാതിരിക്കുക. അതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ ആർടിഒ ഓഫീസിൽ പോയി അന്വേഷിക്കുക. അപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് ആർസി റദ്ദാക്കാതെ ഇൻഷുറൻസ് പോളിസി പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നുള്ളത്. ആർസി റദ്ദാക്കാതെ ഇൻഷുറൻസ് നിങ്ങൾ ഉടനെ റദ്ദാക്കരുത്. അതുപോലെ ആർടിഒയിൽ നിന്നും ആർസി റദ്ദാക്കിയതിൻ്റെ റെസീപ്റ്റ് നിങ്ങൾ വാങ്ങി സൂക്ഷിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ഉത്തരവാദിത്തമുള്ള പൗരനും വാഹന ഉടമയുമാണെങ്കിൽ വണ്ടി ഓടിക്കാതാകുമ്പോൾ അത് വെറുതെ ഇടുകയോ വിൽക്കുകയോ അല്ല ചെയ്യേണ്ടത്. കൃത്യമായ സ്ക്രാപ്പ് ചെയ്ത് ആർടിഒ ഓഫീസിൽ പോയി ആർസി റദ്ദാക്കുക തന്നെ വേണം. ചെറിയൊരു അശ്രദ്ധ ഭാവിയിൽ വലിയ കോടതി കയറ്റങ്ങൾക്കും പിഴകൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന വണ്ടികൾ ഉണ്ടെങ്കിൽ ഈ വിവരങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ